കുന്നിക്കൽ ഒപ്റ്റിക്കൽസ്, എരമല്ലൂർ. മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ നഗരസഭ 20ാം ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. നഗരസഭ 20ാം ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. പള്ളുരുത്തി നമ്പ്യാപുരത്ത് നടന്ന ജനകീയ സദസ്സിൽ കൗൺസിലർ PS ബിജു അധ്യക്ഷത വഹിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം PA പീറ്റർ ഉദ്ഘാടനം ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ഒരു നാളെ ഇന്നത്തെ പത്രത്തിൽ വന്നെന്തുകൊണ്ടാണെന്ന് അറിയാമോ? എന്താ ഇന്നത്തെ പത്രത്തിൽ നാളെ പത്രമില്ലാത്തതുകൊണ്ടാണ്. നാളെ പത്രമില്ല, നാളെ ഉദ്ഘാടനമാണ്, പക്ഷെ നാളെ പത്രം അല്ല, നാളെ വരുള്ളായിരുന്നു. ഇത്ര വിപുലമായ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള പരസ്യത്തിന്റെ പ്രധാന ഒരു കാര്യം ഇതുകൂടി ചേർത്തുകൊണ്ടാണ്. ഏതുകൂടി ചേർത്തുകൊണ്ട് ലഹരിക്കെതിരായി ജനങ്ങൾ അണിനിരക്കണമെന്നുള്ള ഒരു ഭാഗവും കൂടി അതിനകത്ത് ചേർക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ വളരെ ഗൗരവമായാണ് നമ്മുടെ സംസ്ഥാനവും നമ്മുടെ ജനങ്ങളും നമ്മുടെ നാടും ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അണിചേരുക എന്നുള്ള മുദ്രാവാക്യം വെച്ചുകൊണ്ട് ഇതുപോലെയുള്ള ചെറിയ സദസ്സുകൾ. ശ്രീ ഭവാനീശ്വര ക്ഷേത്രം മേൽശാന്തി PK മധു, അഡ്വക്കേറ്റ് ഹനീസ് മനക്കൽ, അഡ്വക്കേറ്റ് അനന്തു ചന്ദ്രബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഒരുപാട് അനുബന്ധമായ സംഭവങ്ങൾ, മയക്കുമരുന്നിന്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലെല്ലാം ഉണ്ട്. ഞാൻ ഈ ഡിവിഷന്റെ ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എൻ്റെ ശ്രദ്ധയിൽ നമ്മുടെ ഈ ഡിവിഷൻ തന്നെ പല ആളുകളും, പേര് പറയാൻ കഴിയില്ല, കാരണം അവർ വളരെ വ്യക്തിപരമായി പറഞ്ഞ ചില കാര്യങ്ങളായതുകൊണ്ട് തന്നെ പറയാൻ കഴിയും. പക്ഷെ വളരെ സങ്കടകരമായ ഒരവസ്ഥയാണ് നമ്മുടെ നാട്ടില് എന്തുകൊണ്ട് ഇങ്ങനെയുള്ളൊരു അവസ്ഥ ഉണ്ടാകുന്നു എന്നത് വളരെ ഗൗരവത്തിലും വളരെ ആശങ്കയോടുകൂടിയും നമ്മൾ കാണേണ്ടതാണ്. കാരണം നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അതിന് പ്രാധാന്യമേറുന്നത്. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.